ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാതം പറഞ്ഞാലും പ്രശ്നമാവും, രാത്രി പറഞ്ഞാലും പ്രശ്നം, പല സമയമല്ലോ അല്ലേ. എന്നാൽ പിന്നെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്മയുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ സന്തോഷം. ഇന്നലെ നമ്മുടെ എപ്പിസോഡ് ഇച്ചിരി അല്ലേ സമയം 8-9 മിനിറ്റായി. എന്നാലും ആ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ട സാക്ഷിയല്ലായിരുന്നോ? നിങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, സുഖമായിരിക്കുന്നു. ഞാൻ ജസ്റ്റ് PDM സെൻറ്ററിൽ കുറച്ചൊന്ന് പ്രാർത്ഥനയിലേക്കാണ്. ഇനി നാളെ മുതൽ ഇനി ഒരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ അമേരിക്കയിൽ ധ്യാനത്തിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇനി അമേരിക്കയിൽ ആരെങ്കിലും ഡാലസിൽ ധ്യാനം ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പ്രത്യേകം ഒന്നുകൂടെ ക്ഷണിക്കുകയാണ് കേട്ടോ. ഈ ദിവസം ക്ലോസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസല്ലോ. ഇന്നത്തെ നന്മ അറിഞ്ഞറിയാം വ്യാഴാഴ്ചയാണ്. എളിയദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണല്ലോ. പല നിയോഗങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറവലങ്ങാട് വന്നാൽ വണ്ടിയുടെ സ്വരം, അട്ടപ്പാടിയിലാണെങ്കിൽ പക്ഷികളുടെ സ്വരം അല്ലേ, ജീവികളുടെ ഓരോ സ്ഥലത്തിൻ്റെ ഇച്ചിരി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വേറെ എനിക്ക് നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഈ ഭാഗ്യം നമുക്കുണ്ടാകുമോ എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നല്ലൊരു വചനമാണ്. വിശുദ്ധ മത്തായി 5:4, ഗോസ്പൽ സെന്റ് മാത്യു ചാപ്റ്റർ 5:4. വചനം ഇതാണ്: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. ഈ വിലപിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാ? വിലപിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാപങ്ങളെ ഓർത്ത് കരയുന്നവർ എന്ന് ചിലർ പറയാറുണ്ട്. വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹ, വിലപിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സഭയുടെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഇത് മനസ്സിലാവും. അതായത് ലോകത്തിൽ പാപം പെരുകുന്നത് കണ്ട്, മനുഷ്യർ തകരുന്നത് കണ്ട്, അല്ലെങ്കിൽ ഓരോരോ അല്ലേ അങ്ങനത്തെ ഉള്ള ലോകത്തിൽ സഭയ്ക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ കണ്ട്, അപ്പോൾ പാപം പെരുകുന്നത് കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ തകർന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് വിലപിക്കുന്നവർ എന്നുള്ള വചനത്തിൻ്റെ ഒരർത്ഥം. പല വ്യാഖ്യാനങ്ങളും പല അർത്ഥങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 കൊരിന്ത്യർ 12:21 അങ്ങനത്തെ ഇപ്പം പെട്ടെന്ന് ഞാൻ ഓർത്താണ്. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ വീണ്ടും സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ നേരത്തെ പാപം ചെയ്തവരും തങ്ങളുടെ വ്യഭിചാരത്തെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും അനുദപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് ഇനിയും വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ഇങ്ങനെ യുവജനങ്ങൾ നാശത്തിലേക്ക് പോകുന്നോ, അല്ലെങ്കിൽ സഭയിൽ പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരോ തരത്തിലുള്ള കാര്യങ്ങൾക്ക് മനസ്സൊരു വേദന തോന്നിയിട്ട് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തിൻ്റെ സന്നിധി വളരെ ശ്രേഷ്ഠകരമാണ്. ഈ ഒരു കാലഘട്ടം ഒരുപാട് തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും വേണ്ടി ദൈവം വിളിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എസെക്കിയേൽ 9:4 ഒരു വചനം കിടക്കുന്നുണ്ട്. അതായത് ജെറുസലേമിൽ നടമാടുന്ന മ്ലേച്ഛതകൾ ഓർത്ത് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളം വിടാനാണ് വചനം. നെഹമ്യാ 1 കിടക്കുന്നുണ്ട്. അതായത് ജെറുസലേമിൻ്റെ കോട്ടകൾ തകരുന്നു, എല്ലാ പ്രശ്നമാണ്, അപ്പോൾ നെഹമ്യായിരുന്നു വിലപിച്ചു എന്നാണ് വചനം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമുക്കൊരു വേദന തോന്നും. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന പോലെ ഈ ആത്മാക്കൾ നശിക്കുന്ന ഒരു വേദന തോന്നി ദൈവസ്ഥലം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത് വളരെ വളരെ ഒരു കൃപയാണ്. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ശരിക്കും ഒരു കൃപ കർത്താവിനോട് അങ്ങ് ചോദിച്ചാൽ കർത്താവ് അങ്ങോട്ട് തരും കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന് സ്വർഗ്ഗരാജ്യത്തിൽ വലിയ പ്രതിഫലമുണ്ട് എൻ്റെ സഹ, വലിയ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കൊച്ചിയാസയുടെ യവേർത്ത് അൽഫോൻസാമ്മ യവേർത്തൊക്കെ പഠിപ്പിക്കുന്ന അതാണല്ലോ. എനിവേ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്ന മത്തായി 5:4 പ്രാക്ടീസ് ചെയ്യാനൊരു ക്രമം ഞങ്ങൾ ഓരോരുത്തരും വരെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ പൈശാചക്തികളെയും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, രോഗികൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് ഇന്നത്തെ ദിവസത്തിൽ ഒരാശീർവാദം സ്വീകരിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം വലിയൊരു കൃപയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവെ, ഞാൻ ഇവരെല്ലാവരും അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് കരുണ തോന്നി അനുഗ്രഹിക്കണമേ. ഇവർക്കൊരു കൃപ കൊടുക്കണം കർത്താവെ. വചനം പാലിക്കാൻ കൃപ കൊടുക്കണം കർത്താവെ. ജീവിതം വിശുദ്ധീകരിക്കാൻ കൃപ കൊടുക്കണം കർത്താവെ. ഇന്നലത്തെ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്താൻ കൃപ കൊടുക്കണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.